ജെൻസി മാനിഫെസ്റ്റോയിലേക്കാണ്. കൊച്ചിയിലെ UDF സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസാണ് ഇന്ന് ജെൻസി മാനിഫെസ്റ്റോയിലെ അതിഥി. ഇപ്പം കുറച്ചു കാലമായിട്ട് കൊച്ചി നമ്മുടെ കയ്യിലില്ല. അപ്പൊ ഇനി തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്? കുറച്ചു കാലം എന്ന് പറഞ്ഞാൽ 2 ടൈം, ഒരു 10 വർഷക്കാലമായി ഞങ്ങൾ പരാജയപ്പെട്ടു. ഈ 10 വർഷക്കാലം 2 ടൈമായി പരാജയപ്പെട്ടതിൽ ഞങ്ങൾക്ക് അതിനകത്തൊരു പങ്കുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു പങ്കുണ്ട് അതിനകത്ത്. അങ്ങനെ വെറുതെ ജയിക്കുന്നതല്ല. കൊച്ചിയിൽ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വലിയ സ്വാധീനമുള്ള സ്ഥലമൊന്നുമല്ല. എക്കാലത്തും UDFന് അനുകൂലമായി കോൺഗ്രസിൻ്റെ ഒരു വലിയ പ്രവർത്തന ശൃംഖലയുള്ളൊരു സ്ഥലമായിരുന്നു കൊച്ചി. അപ്പം ഞങ്ങൾക്കത് പാർട്ടിക്കകത്തുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ, റിബൽസ്, അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കണമല്ലോ. നേരത്തെ ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വരുന്നതിന്റെ മുന്നേ തന്നെ എന്താ പറയാ, താങ്കളുടെ കൂടെ തന്നെ കേട്ട മറ്റൊരു പേരായിരുന്നു ദീപ്തി മേരി വർഗീസിന്റെ. അപ്പം അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വിവാദങ്ങൾ, അവർ നേരത്തെ പോസ്റ്ററൊക്കെ അടിച്ച് അത്രയൊക്കെ സജ്ജമായിരുന്നു. അപ്പം അതിനെ തുടർന്ന് ഒത്തിരി വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദീപ്തി അതിനകത്ത് അതൃപ്തി പ്രകടമാക്കിയിട്ടുണ്ട്. അത് ഒരു തവണയല്ല, നേരത്തെ മേയർ സ്ഥാനം അവർക്ക് പോയതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത് VD സതീശന്റെ ഒരു ആളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ VD സതീശനാണ് സാറിന് വേണ്ടിയിട്ട് കൂടുതൽ വാദിച്ചത്, അങ്ങനെയൊക്കെയുള്ള ഒരു നേതൃത്വത്തിന്റെ ഇടയിലുള്ള ഒരു ഗ്രൂപ്പിസം പുറത്തു വന്നതാണോ? അങ്ങനെ ഒരു ഗ്രൂപ്പ് പാർട്ടിക്കകത്തില്ല. സത്യത്തിൽ ദീപ്തിയും ഗ്രൂപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനും ദീപ്തിയൊക്കെ ഒരേ ഗ്രൂപ്പിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. പാർട്ടിക്കകത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അങ്ങനെ ഒരു ഗ്രൂപ്പോ അങ്ങനെ നോക്കിയൊന്നും പല സ്ഥാനങ്ങളിലേക്കൊന്നും ആരെയും വെച്ചിട്ടൊന്നുമില്ല. അങ്ങനെ തീവ്രമായ ഗ്രൂപ്പൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും കൂടുന്ന ആളുകളൊക്കെ ചില സമയത്ത് ചില കാര്യങ്ങൾക്ക് വേണ്ടി, അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒരുമിച്ചിരിക്കാറുണ്ട്. പക്ഷേ പണ്ടത്തെ പോലെ അങ്ങനെ ഒരു തീവ്രമായ ഗ്രൂപ്പും പ്രവർത്തനമൊന്നുമില്ല. ദീപ്തിയുടെ കാര്യത്തിൽ ദീപ്തി ഏറ്റവും കോമ്പറ്റൻ്റ് ആയിട്ടുള്ളൊരു സ്ഥാനാർത്ഥി തന്നെയാണ്. ഏറ്റവും മിടുക്കിയായ ഒരു വനിതാ നേതാവാണ്. DCC പ്രസിഡന്റ് ആണല്ലോ. അപ്പോൾ DCC പ്രസിഡന്റ് തന്നെ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ മറ്റു മണ്ഡലങ്ങളിലെ പ്രവർത്തനത്തെ അത് ബാധിക്കോ? ഇല്ല, DCC പ്രസിഡന്റ് മത്സരിക്കുന്നത് ആദ്യമായിട്ടല്ല. DC പ്രസിഡന്റുമാരൊക്കെ മത്സരിക്കാറുണ്ട്. DCC പ്രസിഡന്റ് ഇപ്പോൾ ഞാൻ മത്സരിക്കുന്നുണ്ട്, പ്രവീൺ മത്സരിക്കുന്നുണ്ട്, ജോയ് മത്സരിക്കുന്നുണ്ട്, നാട്ടകം സുരേഷ് മത്സരിക്കുന്നുണ്ട്, അങ്ങനെ ബാബുപ്രസാദ് മത്സരിക്കുന്നുണ്ട്, DC പ്രസിഡന്റുമാർ മത്സരിക്കുന്നുണ്ട്. അതിനൊരു ഞങ്ങൾ വേറൊരു ക്രമീകരണം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുണ്ടല്ലോ, അവരെ ഒരു ക്രമീകരണം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് DCCയുടെ കാര്യങ്ങൾക്ക്. കൊച്ചി തിരിച്ചു പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂൾ എന്തായിരിക്കും കോൺഗ്രസിന്റെ കയ്യിലുള്ള? അല്ല, കൊച്ചി തിരിച്ചു പിടിക്കുന്നതിന് ജനകീയ വിഷയങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. കൊച്ചി, പശ്ചിമ കൊച്ചി എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് കൂടുതലുള്ളൊരു മണ്ഡലമാണ്. ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. ഒന്ന് കുടിവെള്ള പ്രശ്നമാണ്. നമുക്ക് ഒന്ന് കായലുണ്ട്, ഇപ്പോൾ ഈ പറയുന്നത് പോലെ കടൽ. അപ്പോൾ കുടിവെള്ള സ്രോതസ്സ് വളരെ കുറവാണ്. അപ്പോൾ ആ കുടിവെള്ള സ്രോതസ്സിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം സർക്കാർ നേരത്തെ തന്നെ ചെയ്യണം. സർക്കാരിന് പ്രയോറിറ്റിയാണ്, ഫസ്റ്റ് പ്രയോറിറ്റിയാണ് വെള്ളം കൊടുക്കുക. മനുഷ്യന് ദാഹിച്ച വെള്ളം കൊടുക്കണ്ടേ. മെയിൻ ഫോക്കസ് കുടിവെള്ളക്ഷാമം പരിഹരിക്കാന്നുള്ളത് ആശുപത്രി, ഫോർട്ട് കൊച്ചി, അതുപോലെ മട്ടാഞ്ചേരി, കരുവേലിപ്പടി, ഈ 3 ആശുപത്രികൾ. പിന്നെ കുമ്പളങ്ങി പഞ്ചായത്തിലാണ് ഒരു PHC ഉള്ളത്. 1972 കണ്ട് സ്റ്റാഫ് പാറ്റേൺ ആണ് ഇപ്പോഴും ആരോഗ്യ മേഖലയിൽ. ഒന്ന് ആലോചിച്ച് നോക്ക്, കാലഘട്ടം എത്ര മാറി, എത്ര അസുഖങ്ങൾ, നമ്മൾ അറിയപ്പെടാത്ത അസുഖങ്ങൾ വരെ ആളുകൾക്ക് വന്നു തുടങ്ങി. അതുമാത്രമല്ല, ഈ ചെറുപ്പക്കാർക്ക് വരെ കൂടുതൽ അസുഖങ്ങൾ വരുന്നൊരു സമയമാണ്. അപ്പം ആരോഗ്യരംഗത്തൊരു കാതലായ മാറ്റം അനിവാര്യമാണ് എന്നുള്ള, അങ്ങനെ ചിന്തിച്ച് ചെയ്യാനൊന്നും ഇവർക്ക് ഈ സർക്കാരുകൾക്കൊന്നും കഴിയുന്നില്ലല്ലോ. അങ്ങനെ ചിന്തിച്ചൊരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വിവിധ ഘട്ടങ്ങളിലൂടെ അതിനെ മാറ്റിയെടുക്കാൻ അതൊന്നും ഇവരാരും ചെയ്യുന്നില്ല. ഇപ്പം ഈ ലത്തീൻ സഭ അറിയാമല്ലോ, കുറച്ചായിട്ട് അവരുടെ ഒരു പ്രതിനിധി സ്ഥാനാർത്ഥിയാവണം എന്നുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അവരെ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടോ? അതുപോലെ തന്നെ ഈ സാമുദായിക നേതാക്കൾക്ക് അല്ലെങ്കിൽ സമുദായങ്ങൾക്ക് ഇതിലൊരു വലിയ പങ്കുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കൊച്ചിയിൽ എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ മത്സരിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല, എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ മത്സരിച്ചിട്ടുണ്ട്. പിന്നെ കോൺഗ്രസ് എക്കാലത്തും അങ്ങനെ ഒരു വൺ സൈഡഡ് അല്ലല്ലോ. നമ്മളെല്ലാ കമ്മ്യൂണിറ്റിയും പരിഗണിക്കുന്ന, എല്ലാവർക്കും അർഹമായ അംഗീകാരങ്ങൾ നൽകുന്ന, അത് പാർട്ടി രംഗത്തും പാർലമെൻ്ററി പാർട്ടി രംഗത്തൊക്കെ നൽകുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അത് ഒരു വ്യാജ പ്രചരണമാണ് അല്ല, സ്വാഭാവികമായും നമുക്ക് ഓരോരുത്തർക്ക് ആഗ്രഹിക്കാമല്ലോ, ഓരോരുത്തർക്ക് ആഗ്രഹിക്കാം. പിന്നെ പാർട്ടിയല്ലേ എല്ലാം തീരുമാനിക്കുന്നത്. പക്ഷെ അത്തരത്തിലൊരു ആഗ്രഹമല്ലേ പലപ്പോഴും ഈ ഒരു
തമ്മിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാവാനൊരു കാരണം? എല്ലാവർക്കും ആഗ്രഹിക്കാമല്ലോ. ആഗ്രഹം എന്ന് പറയുന്നത് അത് പബ്ലിക്കായിട്ട് പറയലല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.